നമുക്ക് ഒന്നിച്ചൊന്ന് പുറത്തു പോയാലോ? ഒരു കസ്റ്റമൈസേഷൻ ഓർഡർ വന്നിട്ടുണ്ട്, നമുക്കതൊന്നിച്ച് ചെയ്താലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. എൻ്റെ ഒരു കസ്റ്റമറിന് അവളുടെ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അവൾ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിലാണ് തന്നേക്കുന്നത്. എല്ലാം നന്നായി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനും. ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയിലെത്തിയിട്ടുണ്ട്. അവൾ അതിൽ മോഡൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തേക്കുന്ന ആൾക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. അത് ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന പോലത്തെ ഒരു മോഡലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പതിദേവനെയും കൊണ്ടാണ് ഇറങ്ങുന്നത്. വ്ളോഗിൽ ഇന്ന് സാറും കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഗൈസ്, ഈ കാണുന്നതാണ് PGN കോളേജ്. ഇപ്പോൾ ആ കോളേജ് അവിടെ നിന്ന് മാറ്റി, ഇപ്പോൾ അത് സ്കൂളാണ്. ഞങ്ങൾ അവിടെയായിരുന്നു പ്രേമിച്ച് നടന്നത്. നിലവിലിപ്പോൾ എന്നും ഈ കോളേജ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കങ്ങഴയിൽ എന്തായാലും ഈ റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന കടകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് പോകാൻ ഓപ്ഷൻസ് ഉള്ളത് കറുകച്ചാൽ, പാമ്പാടി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ്. ഞാൻ ഓർത്തു അടുത്ത് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പാമ്പാടിയിൽ ഫിയ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ഫിയ ഗാർമെൻറ്റ്സിൻ്റെ 2 കട എന്തോ ഉണ്ട്. ഒന്നൊരു റെഡിമെയ്ഡ് പോലത്തെയും പിന്നെ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ കിട്ടുന്ന പോലത്തെയും. അപ്പോൾ ഇത് കാളച്ചന്ത, പാമ്പാടി കാളച്ചന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത്. അപ്പോൾ ഇവിടെയുള്ള റണ്ണിങ് മെറ്റീരിയൽ 69 രൂപയുടെ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സൊക്കെ തയ്ക്കാൻ കൊണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടുത്തെ മെറ്റീരിയൽ കുറച്ച് പരിചയമുണ്ട്. ഞാൻ ഈ സ്ട്രൈപ്പ് മോഡലൊന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യോ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ നോക്കി വെച്ചു. അപ്പോൾ ഈ കടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് പോകുന്നത് ഈ 69 രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ കാണുന്ന കളക്ഷനാണ്. ഒരുപാടുണ്ട് കേട്ടോ ഇവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 69 രൂപയാണ് പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കോട്ടൺ ആണ്, പക്ഷേ 40 കോട്ടൺ ആണ് കേട്ടോ. നമ്മൾ ഈ 100, 120, 140 മേടിക്കുന്നത് 60 കോട്ടൺ ആണല്ലോ. ആദ്യമേ ഞാൻ ഇവിടെ ഒന്ന് കയറി ഇറങ്ങി, പക്ഷേ എനിക്ക് വേണ്ടിയ മെറ്റീരിയൽ, അവൾക്ക് വേണ്ടിയ മെറ്റീരിയൽ ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു സെറ്റ് എനിക്ക് അവിടെ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഓക്കെ ഇതിൻ്റെയൊക്കെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടാട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് കോട്ടയമാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഈ കസ്റ്റമൈസേഷൻ്റെ ഒരു ടാസ്ക് വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഒന്നല്ല ഒരു 9 കടയിൽ കയറിയാലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആ ക്ലോത്ത് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആ പാറ്റേണിലുള്ള ക്ലോത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ളൊരു ഫാബ്രിക്കില്ലേ, ഈ മദ്രാസ് ചെക്ക് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇത്രയും കടയിൽ കയറിയിട്ടുണ്ടല്ലോ, ആ തുണിയൊന്നും ഇവിടെ ഇല്ല. നോർമലി നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്, കസ്റ്റമർ ഒരു ക്ലോത്ത് കൊണ്ട് തരുന്നു, അവർക്ക് എന്താണോ റിക്വയർമെൻറ്റ് അത് പറയുന്നു, അതനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഈ ടൈപ്പ് കസ്റ്റമൈസേഷൻ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന കസ്റ്റമൈസേഷനകത്ത് ഈ ഫാബ്രിക് സോഴ്സിങ്, അതിനകത്ത് വെക്കുന്ന സകല ലേസ്, മുത്ത്, സിബ്, ഇങ്ങനെ എന്തെല്ലാം വേണോ അതെല്ലാം നമ്മളായിരിക്കും സോഴ്സ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് ഈ കസ്റ്റമൈസേഷൻ, ഇങ്ങനെ കടകൾ തോറും തുണികൾക്ക് വേണ്ടി കയറി ഇറങ്ങുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്തത്. ഇപ്പോൾ കോട്ടയം ഏകദേശം എനിക്ക് പരിചയമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ഇത് എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഏകദേശം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നേരെ കോട്ടയം നർമ്മദയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിലെല്ലാം ഇഷ്ടംപോലെ തുണിക്കടകളുണ്ട് കേട്ടോ. ഷീമാട്ടി, പുളിമൂട്ടിൽ, പരാഗ് തന്നെ 3 ചന്തക്കവലയിൽ പരാഗ് തന്നെയുണ്ട് 3, പിന്നെ മംഗല്യ. അപ്പോൾ ഇവിടെയെല്ലാം പ്രൈസ് വ്യത്യാസമുണ്ട്. പ്രൈസിനനുസരിച്ച് ക്ലോത്തിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 69ൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ആയിരിക്കും. 120ൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ആൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ആദ്യം നർമ്മദയിൽ പോയി നോക്കാം, അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളിടത്തൊക്കെ ഒന്ന് തപ്പി നോക്കാം. കാരണം നർമ്മദ എന്ന് പറഞ്ഞാൽ തുണിയുടെ ഒരു ലോകമാണ്. അതായത് റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 നിലയിലുണ്ട് അവർക്ക് റണ്ണിങ് മെറ്റീരിയൽസ് മാത്രം. അതിൽ പല ടൈപ്പ് വേറെ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ ക്ലോത്ത് കണ്ട് വന്നപ്പോൾ എക്സാക്റ്റ് മാച്ചിനുള്ള ഷെയ്ഡ് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ എന്താ പറയുക, അവിടെ ഇരിക്കുന്ന കളക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കൊരു തോട്ട്, മേ ബി ഇതായിരിക്കുമോ കുറച്ചുകൂടെ ബെറ്റർ എന്ന്. അപ്പോൾ ഞങ്ങളുടെ തീരുമാനം മാറ്റി. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ്, മുന്നേ കാണിച്ച ഷെയ്ഡാട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾ ടൈം വീഡിയോ കോളിലോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുക്കലോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കലോ ഒക്കെ ആയിരിക്കും. ഞാൻ മോസ്റ്റ്ലി വീഡിയോ കോൾ ചെയ്താണ് കാണിക്കാറുള്ളത്. ഇവർക്ക് ചിലപ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കില്ല അവിടെ കാണുന്നത്, അത് വേറെ സത്യം. പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കളർ ചാർട്ടൊക്കെ അയച്ചു കൊടുത്ത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ കണ്ണും പൂട്ടിയായിരിക്കും കസ്റ്റമർ അത് യെസ് പറയുന്നുണ്ടാവുക, കാരണം അവർ നേരിട്ടല്ലല്ലോ കാണുന്നത്. എന്നെ സംബന്ധിച്ച് തുണി ഇങ്ങനെ നേരിട്ട് കണ്ട് തൊട്ട് മേടിക്കുന്ന ഒരു സുഖം, അത് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെ അമലേനെ കാണിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ കണ്ടോ എന്ത് സുഖമാണ് തൊടാൻ, അയ്യോ ഇതൊക്കെ ദേഹത്തിട്ട് നല്ല കുളുകുളാന്നിരിക്കും. ചിലതരം തുണികളുണ്ട്, ഹിഡൻ ജെം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒളിഞ്ഞിരിക്കുമായിരിക്കും. കണ്ടുപിടിച്ചെടുത്ത് കഴിഞ്ഞത് ഈ തുണിയൊക്കെ കണ്ട അയ്യോ എന്ത് സുഖമാണെന്നറിയാം, ഇത് പിടിക്കാനായിട്ട് തന്നെ എന്ത് സുഖമാണെന്നറിയാമോ. പക്ഷെ ഇതാ ഈ ഇരിക്കുന്നത് ഈ പച്ച ഉണ്ടോ, ഒരു കടും പച്ച, എനിക്ക് തരിച്ചു വന്നത് തൊട്ടപ്പോൾ തന്നെ. ചില തുണിയുണ്ട് ഇങ്ങനെ പരപരാന്നിരിക്കുന്നത്, എനിക്കിഷ്ടമില്ല അങ്ങനത്തെ തുണിയൊന്നും. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പല മെറ്റീരിയലിൽ പല ടൈപ്പ് അങ്ങനെയൊക്കെ. ഇവിടെ ഞാനൊരു പ്രാവശ്യം ഷോപ്പിങ്ങിന് വന്നപ്പോഴായിരുന്നു കേട്ടോ സ്മൃതി ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്ന എസ്ടെക്കിൽ. അതുപോലെ ഇവിടെ പലരെയും കാണാൻ കിട്ടും ചില സമയത്തൊക്കെ. നിങ്ങൾ എത്ര പേര് ഇതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയണേ. എന്നു പറഞ്ഞാൽ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാനായിട്ടാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? കസ്റ്റമർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ രീതിയിലായിരിക്കുമല്ലോ വർക്കാവണത്. ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളെടുത്തു, സിമ്പിൾ. പക്ഷേ ഇതിനകത്ത് ഉള്ള മെയിൻ പ്രശ്നം, നമ്മളെടുത്ത് കാണിക്കുന്ന ക്ലോത്ത് കസ്റ്റമറിന് ഇഷ്ടപ്പെടണം, അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയുമ്പോൾ അവർക്ക് വിശ്വാസമാവണം. ഇതിങ്ങനെയാണ്, ഇതിനകത്ത് നല്ല റിസ്ക് ഉണ്ട്. കാരണം ചിലപ്പോൾ അവർക്ക് അത് കൈ കിട്ടിക്കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പറയും അയ്യോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. ഈ മെറ്റീരിയൽ ഞാനുണ്ടല്ലോ അയോണ ചിപ്പി അല്ലേ, ആ കുട്ടിയുടെ പേര് അങ്ങനെയല്ലേ, യൂട്യൂബിലൊരു ചാനലുണ്ടല്ലോ, ആളുടെ വീഡിയോസിനകത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം കസ്റ്റമൈസേഷനകത്ത് ഞാൻ മാത്രമല്ല കേട്ടോ, ആളും കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം, ഞാൻ മേടിക്കുന്ന സാധനങ്ങളെല്ലാം തൂക്കിപ്പറക്കി നടക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കും, ഇത് കൊള്ളാവോ, ഈ തുണി കൊള്ളാവോ, ഇതിനൊക്കെ മറുപടി പറയണം. നർമ്മദയിൽ ഈ ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു, ഇവിടെയാണ് ഈ ഡയബിൾ ആയിട്ടുള്ള പ്രീമിയം കൈൻഡ് ഓഫ് ക്ലോത്തൊക്കെ വെച്ചിട്ടുള്ളത്. ഓണത്തിൻ്റെതായ വൈബ് ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ആ മെയിൻ ക്ലോത്ത് ഒപ്പിക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ് അതിന് ചേരുന്ന ലൈനിങ് മാച്ചാക്കി എടുക്കുക എന്നുള്ളത്. അതിനും കുറച്ച് കറങ്ങേണ്ടി വന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ കേസിൽ എനിക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷൻ എനിക്കൊന്ന് മംഗല്യായിരിക്കും. മംഗല്യയിൽ കിട്ടാത്ത കളറില്ല മക്കളെ, പക്ഷേ ആ കളർ ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ മംഗല്യയിലേക്ക് പോയിട്ടുണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അതായത് ഇപ്പോൾ ഈ എബ്രോഡൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇല്ലേ, വെളിയിലൊക്കെ ഉള്ള ആൾക്കാർ, അവർ അവരുടെ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ വിട്ട് തുണി പർച്ചേസ് ചെയ്യിക്കും, എന്നിട്ട് അത് ടൈലറിനെയൊക്കെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു. ഇതായി ഇരിക്കുന്ന ക്ലോത്ത് കണ്ടോ, വെറും 990 രൂപ പെർ മീറ്റർ. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കുമായിരുന്നു അതിനു വേണ്ടി എന്താണ് ഇവിടെ ഉള്ളത്, ഇതിനകത്ത് എന്താണ്. അപ്പം ഓക്കെ, മെറ്റീരിയൽ ലിനനാന്ന് തോന്നുന്നു, പിന്നെ അതിനകത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ പോലെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. പക്ഷെ അതാ ഈ തുണിയുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ടോപ്പ് തയ്ച്ചാൽ എന്ത് രസമായിരിക്കും അല്ലേ. ഷർട്ട് തയ്ക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞു, പക്ഷേ ചേട്ടൻ പറഞ്ഞു ലൗച്ചിനുള്ളതുകൊണ്ട് ഷർട്ട് വേണ്ടെന്ന്. അപ്പം ലിനൻ പൊതുവേ എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ തുണിയേക്കാളും എക്സ്പെൻസീവാണ്. അതിൽ ഇതുപോലെയൊക്കെ വർക്കൂടൊക്കെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഈ മെറ്റീരിയലിന് എത്രയാണ് 300 സംതിങ്, അങ്ങനെ 300 എത്ര രൂപയായിരുന്നു കേട്ടോ. അതുപോലെ പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം, ചിലർ നമുക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ ഒക്കെ റെഫറൻസ് ഒക്കെ എടുത്ത് കാണിച്ചു തരും. അതായത് അത്യാവശ്യം നല്ല ഫാബ്രിക്ക്, അത്യാവശ്യം നല്ല വർക്ക്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള സംഗതികൾ അഫോർഡബിളായിട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളിലത് ചെയ്യാൻ പറ്റില്ല, ചെയ്താലും അതത്ര നല്ലതായിട്ട് വരണമെന്നില്ല. ഈ അഫോർഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യത്തിലേക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ആ ക്ലോത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ആ വർക്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് കോംപ്രമൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട സാധനം ആയിരിക്കില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും. ഇപ്പോൾ സൈലിഷ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, അതിലാൾ ചെയ്യുന്ന ഔട്ട്ഫിറ്റൊക്കെ 3K 4K 5K ബോക്കെയാണ്. ആളിനോട് നമ്മൾ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് ഈ സെയിം സാധനം പക്ഷെ ഇത്ര രൂപയ്ക്ക് ചെയ്ത് തരണം, 1000 രൂപയിലൊക്കെ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ആളത് ചെയ്യുമോ? ചെയ്യില്ല. എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ ക്ലോത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും, വർക്കിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും, സ്റ്റാഫിന് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഔട്ട്ഫിറ്റിനെ ബാധിക്കും. നമ്മൾ ഈ ക്ലോത്ത് വരെ പോയി ചെന്ന് പർച്ചേസ് ചെയ്തെടുത്ത്
എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് സൈഡായിരിക്കും. കാരണം ഇപ്പോൾ ആൾക്ക് പോയി ചെന്ന് സാധനം നോക്കിയെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് എന്നെ അതിന് വിടുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ സമയങ്ങൾ മാറ്റി മെനക്കെട്ട് ആൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ദിവസത്തെ ആ ഒരു ടൈം മാറുമല്ലേ. അത്രയും സമയം നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടൈമാണല്ലോ മണി എന്ന് പറയുന്നത്, സമയമാണ് പൈസയായി മാറുന്നത്. ഫാബ്രിക് പർച്ചേസ് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പറയണേ, കോട്ടയത്ത് എന്തോ പെറ്റ് ഷോ പോലെ എന്തോ നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ യെസ് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. സ്വാഭാവികമായിട്ടും ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് പിള്ളേരെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, വൈ നോട്ട്. ആക്ച്വലി ഇതെല്ലാം കണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നും, അയ്യോ ദൈവമേ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടിനകത്ത് അടച്ചിടുന്നത് എന്തൊരു ദ്രോഹമാണ്. ഇതൊക്കെ പാറി പറന്ന് നടക്കേണ്ട ജീവികളല്ലേ, ഇതിനൊക്കെ എന്തിനാണ് ഈ മനുഷ്യർ കൂട്ടിലടച്ചിട്ടിരിക്കണത്? ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളെ ഒരാളിങ്ങനെ ഒരു കൂട്ടിനകത്ത് അടച്ചിടുന്നു, കെട്ടിയിടുന്നു, എനിക്ക് ചിന്തിക്കാൻ പോലും വേല. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരിക്കും ഇവിടെ വരാൻ വേണ്ടി നല്ലത്. വേറെ ഒന്നുമല്ല, ഭയങ്കര ചൂടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്, ഭയങ്കര പുഴുങ്ങീച്ചയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും കണ്ടു നടക്കാനൊന്നും പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടു എന്ന് വേണം പറയാനായിട്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. കണ്ടോ, ചുമ്മാ ഇരിക്കുന്നതിൻ്റെയൊക്കെ വായിക്കാത്തതുകൊണ്ട് കൈ വെച്ച് കൊടുക്കുക, എന്നാൽ വല്ല കാര്യമായിട്ടുള്ള എൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അതുമില്ല. ഇത് കൊത്തി കൊടുത്തു കേട്ടോ, നല്ല വേദനയായിരുന്നു. കുറേ നേരത്തേന് തിരുമ്മി നടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ കിടക്കുന്ന ഇനം ഉണ്ടല്ലോ, എനിക്കൊന്ന് ഇഗ്വാനയോ, ഇതിൻ്റെ പല സൈസ്, പല വെറൈറ്റി അങ്ങനെയൊക്കെ അകത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനീ പറയുന്നതിൻ്റെയൊക്കെ പേര് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നൊന്നും അല്ല, എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പാരറ്റിൻ്റെ ഇനത്തിൽപ്പെട്ടവരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ പറഞ്ഞ കണക്ക് കാണാനും കണ്ടു നടക്കാനൊക്കെ രസമാണെങ്കിലുണ്ടല്ലോ, നമുക്കിങ്ങനെ തോന്നും, അയ്യോടാ എന്തിനാണ് കൂട്ടിലടച്ച് വെച്ചിരിക്കുന്നത്, അതിനെ പറത്തി വിടാൻ തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പുള്ളിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന്. ആ മുഖമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അലക്കായിരുന്നേ, പാമ്പിനെയൊക്കെ കണ്ടാൽ ഞാൻ 100 വിടും. ഇതിപ്പോൾ ചില്ലിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ദൂരത്ത് നിന്നെങ്കിലും ഞാൻ കാണുന്നത്. ഇത് ആ കൂട്ടിനകത്ത് വേണേൽ കയറി കിടക്കാമെന്നുള്ള പോലെയായിരുന്നു നിന്നത്. അവിടെ ആണെങ്കിൽ ഈ പെരുമ്പാമ്പിനെയൊക്കെ എടുത്ത് തോളെ വെക്കാനൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വിട്ടാ പുള്ളി അതും ചെയ്തേനെന്ന് തോന്നുന്നു. പിന്നെ കാണിച്ചത് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ അണ്ണാനാണത്രേ. ഇത് കണ്ടോ, എന്നാ ഉണ്ടല്ലേ, ഒരു എലിക്കുഞ്ഞിൻ്റെ അത്ര ഉള്ളൂ. ആ വാലിൻ്റെ നീളം മാത്രമേ അവനുള്ളൂ, അല്ലാത്ത വശം ഭയങ്കര പൊടിയത്. കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇനിയാണ് അങ്ങോട്ടുള്ള ശരിയായ കാഴ്ചകൾ. ഈ ഫ്രണ്ടിൽ ഈ വെച്ചിരിക്കുന്ന എല്ലാം ചുമ്മാതാ, മനുഷ്യനെ കയറ്റാനായിട്ടുള്ള ഒരു സംഭവം. ഇതിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ശരിക്കുള്ള ബിസിനസ് നടക്കുന്നത്. ഒരുപാട് ചെറിയ സ്റ്റാളുകളുണ്ട് കേട്ടോ ഇവിടെ. ചിലതൊക്കെ കണ്ടു കഴിയുമ്പോൾ അറിയാണ്ടാണെങ്കിലും നമുക്ക് വാങ്ങാൻ ഇങ്ങനെ കൊതി തോന്നും. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ ലേഡീസ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, കമ്മല്, മാല, വള. ഞാനതിൽ നിന്ന് കുറച്ച് കൊച്ചിന് വേണ്ടിയിട്ട് ഒരു വളയും എനിക്ക് വേണ്ടിയിട്ടൊരു ക്ലച്ചും എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ സാധനം കണ്ടോ, ചെമ്പ് കമ്പിയൊക്കെ മാതിരി ഇരിക്കുന്ന ഈ സാധനം, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. ഇതെൻ്റെ കയ്യിലൊന്ന് ഇടാൻ നോക്കിയിട്ടുണ്ടല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് അത് ഊരിപ്പോരും. അത്രയും പോലും എൻ്റെ കൈക്ക് വണ്ണമില്ല. പക്ഷെ ഇവരുടെ അടുത്ത് നമ്മുടെ ബാർഗെയിനിങ് ഒന്നും നടക്കില്ല കേട്ടോ. ഇവരൊരു റേറ്റ് പറയും, അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അവർ നിൽക്കില്ല. ഒരു 10 രൂപ പോലും കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കത്തില്ല. പിന്നെ ഉള്ളതിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് തോന്നിയ 1-2 സാധനങ്ങളൊക്കെ എടുത്തുള്ളൂ കേട്ടോ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു ക്ലിപ്പ്, കുഞ്ഞു ഇങ്ങനെ ബുഷസ് പോലത്തെ മേടിക്കണമെന്ന്. പക്ഷേ ഇവർക്ക് അധികം മുടിയില്ല, അപ്പോൾ ഇത് കെട്ടി വെക്കാൻ പറ്റില്ല. ക്ലിപ്പാണെങ്കിൽ ഓക്കെ, പക്ഷേ ഈ ക്ലിപ്പാണെങ്കിൽ ഇവളിത് വലിച്ചൂരി എവിടെയെങ്കിലും കൊണ്ട് കളയും. പിന്നെ പെരയ്ക്കകത്താണ് കളയുന്നുണ്ടെങ്കിൽ കുഞ്ഞിറക്കം പോയി അതെടുത്ത് വായിലിടും, കണ്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനോട്ടൊന്നും വെച്ചില്ല. ഇച്ചിരി കൂടെ മുടിയൊക്കെ ഇച്ചിരി കൂടെ ഒക്കെ അറിവും കൂടെ ആകുമ്പോഴത്തേനും ട്രൈ ചെയ്യാം എന്നോർത്തു. പിന്നെ കാണുന്നതൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കട സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുഞ്ഞു പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്
പെൻസിലും പേനയും അതിൻ്റെ ക്യാപ്പിലൊക്കെ ഭയങ്കര എന്താ പറയുക ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഈ സ്ഥലം ദൈവമേ ഞങ്ങളുടെ ചെറുക്കൻ കാണുമായിരുന്നേ പിന്നെ വിടത്തില്ലായിരുന്നു. JCB എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നേനെ. എപ്പോഴാ പോയിട്ട് തിരിച്ച് വന്നെന്ന് പറഞ്ഞാലും JCB വേണം. അതിപ്പം വീട്ടിലുണ്ടെങ്കിൽ പോലും അവന് വീണ്ടും JCB വേണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ ഉലുത്ത സാധനങ്ങളൊക്കെയാണിത്. പീലറൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിങ്ങനെ എടുത്തൊക്കെ നോക്കി, വെറുതെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് തിരിച്ചതുപോലെ തന്നെ വെച്ചു. നമ്മുടെ ടൗണിലൊക്കെ ഈ ആദായക്കട എന്നൊക്കെ പറഞ്ഞ് കാണുമല്ലോ, അവിടെയൊക്കെ ഉള്ള അതേ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ ഒരു സ്പോട്ട്, ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മണം അടിച്ചാൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഞങ്ങൾ ആ നെല്ലിക്കയും പൈനാപ്പിളും കൂടെ ഇട്ട് വെച്ചൊരു മിക്സർ ഉണ്ടായിരുന്നു, ഈ ശർക്കരയിൽ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ആ ബിസ്ക്കറ്റ് മാതിരത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ബട്ടറിലിട്ട് ഉണ്ടാക്കിയതാണ്, വീട്ടിലുണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കറങ്ങി നടന്ന കൂട്ടത്തിൽ കണ്ടതാണ് ഈ സ്വീറ്റ് കോണിൻ്റെ സെക്ഷൻ. ഇത് നമുക്കിങ്ങനെ അവർ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് തരും, ബട്ടർ, പെപ്പർ, സോൾട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സ്വീറ്റ് കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലാണെങ്കിലും ഇത് മേടിച്ച് പുഴുങ്ങി ഇവർ ഈ ചെയ്യുന്ന മാതിരിക്കൊക്കെ ആക്കി എടുക്കാറുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മധുരം തരാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് പാൽപ്പായസമായിരുന്നേ. അന്ന് എന്തോ ഒരുമാതിരി വിഷം കുടിച്ച മാതിരത്തെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഓംലേട്ടൻ കാണിച്ചത്. ആ മുഖത്തേക്ക് ഇപ്പം നോക്കിയാൽ ആ എക്സ്പ്രഷൻ കാണാം, കണ്ടോ? പുള്ളിക്ക് ഇങ്ങനെ പാല്, നെയ്യ്, വെണ്ണ ഇതിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഇഷ്ടമല്ല. പക്ഷെ കാപ്പിയും ചായയൊക്കെ നല്ല കടുപ്പത്തിൽ കുടിക്കും കേട്ടോ. എഴുതി വെച്ചേക്കുന്നുണ്ടോ നല്ല പപ്പടം. പപ്പടം നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ വേണ്ടി പറയാനായിട്ട്. ആ കുട്ടിപ്പപ്പടം കണ്ടോ, അതിന് 30 രൂപയാണ് പാക്കറ്റിനെന്ന് പറഞ്ഞത്. ഫുഡിൻ്റെ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എൻ്റെ കണ്ണ് പോകുന്നത് സെറാമിക് ഏരിയയിലേക്കാണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ ആ ഫുഡ് സ്പോട്ടിൽ നിന്ന് അപ്പവും ചിക്കൻ കറിയും പിന്നെ കപ്പയും മീൻ കറിയും. 2 ഐറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. തീർന്നില്ല, ഏറ്റവും അവസാനം ഞങ്ങൾ ഈ നിലക്കടലയും കൂടെ വറുത്തത് മേടിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കില്ലേ വീണ്ടും തുണിയോ എന്നുള്ളത്. അതും ഇത് നേരത്തെ കണ്ട മാതിരി ഇല്ലേ എന്നൊക്കെ വിചാരിച്ചില്ലേ. അതെന്നാന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും പിയ ഗാർമെൻറ്റ്സിൽ ഇറങ്ങി ഈ തുണി മേടിച്ചു. ഒന്നാമത്തെ കാര്യം 69 രൂപയുടെ തുണി. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമേഴ്സൊക്കെ പറയുന്നുണ്ട് നല്ലതാണെന്നുള്ളത്. എനിക്കതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നൊരു ഫീല്. അപ്പം ഞാൻ ഇതൊരു 2.5 മീറ്റർ ലൈനിങ്ങും കൂടെ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ലൈനിങ്ങിന് എത്രയാണ് അവർ പറഞ്ഞത്, 38 40 രൂപയ്ക്ക് അടുത്ത്, 40 രൂപ ആയിട്ടുണ്ടായില്ല കേട്ടോ. അത്രയും റേറ്റാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈനിങ്ങും ഒക്കെ ചേർത്തിട്ട് എനിക്ക് ആകപ്പാടായിട്ടുണ്ടായിരുന്നത് 250 രൂപയായിരുന്നു കേട്ടോ. 250 രൂപയായിരുന്നു. പിന്നെ നമ്മൾ ഈ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനത്തിനൊക്കെ മാച്ചിങ് നൂലൊന്നും ചിലപ്പോൾ വീട്ടിൽ നോക്കിയാൽ കിട്ടില്ലായിരിക്കും. സിമിലർ ഷെയ്ഡൊക്കെ കാണും, പക്ഷേ എക്സാക്റ്റ് ഷെയ്ഡ് കാണില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതുകൂടെ മേടിച്ചേക്കാമെന്ന് ഓർത്തിട്ട് പാമ്പാടി തന്നെ തൻവി എന്നും പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് മേടിക്കാൻ പോയത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ എന്നെ പണ്ടെപ്പോഴോ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേനും ഞാനിങ്ങനെ പറയുന്നുണ്ടായി, കറുകച്ചാലിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ, അല്ലെങ്കിൽ കോട്ടയം പോകണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പാമ്പാടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ സജസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ ഈ ഷോപ്പ്. അപ്പോൾ നമ്മുടെ കസ്റ്റമൈസേഷൻ വർക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിടത്തോളം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ടൈലറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേഗം വരാം. അതുവരേക്കും ടാറ്റാ.